Craft your future. സെക്കൻഡ് ദിവസം പ്രിലിംസ് ക്വാളിഫൈ ചെയ്തതിന് ശേഷം ബ്രദറിന് എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് മെയിൻസിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ബ്രദറിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു PKനെ. അപ്പോൾ അങ്ങനെ സാറിനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ PSC കോർണർ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്തു. അപ്പോൾ PSC കോർണറിലെ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് സാറ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഫാക്കൽറ്റീസിൻ്റെ ആയാലും PK സാറിൻ്റെ ആയാലും ക്ലാസ്സസ് വളരെ നിലവാരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് PK സാർ എടുത്തുകൊണ്ടിരുന്നത്. PK സാർ നമുക്ക് എപ്പോഴും ആക്സസിബിൾ ആണ്. ഇപ്പോൾ എപ്പോൾ വിളിച്ചാലും പുള്ളി ആക്സസിബിൾ ആണ്. പിന്നെ നമ്മളിപ്പോൾ ആര് വിളിച്ചാലും അത് നമ്മുടെ പേരടക്കം പുള്ളി ഓർത്തിരിക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ തരുന്ന ഒരാളാണ്. നമ്മളിപ്പോൾ എത്ര ഡെസ്പ് ആയാലും ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ ഡൗൺ ആയാൽ തന്നെ പുള്ളി ഒരുപാട് ഇപ്പോൾ നമ്മൾ വിളിച്ചാൽ തന്നെ പുള്ളി അത് റെസ്പോണ്ട് ചെയ്യുകയും നമ്മളെ ഒരു ഇൻസ്പയർ ചെയ്ത് നമ്മളെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഒരാളാണ് PSC പ്രിപ്പറേഷൻ തുടങ്ങിയത് ആ കൊറോണ സമയത്തായിരുന്നു. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുക. ഞാൻ അതിന് മുമ്പേ സിവിൽ സർവീസ് നോക്കിയിരുന്നു. പിന്നെ തൽക്കാലം അത് ബ്രേക്ക് ചെയ്ത് ഒരു ജോലി അത്യാവശ്യമായി തോന്നി. അപ്പോൾ PSCയിലേക്ക് വരാനുള്ളൊരു പ്ലാന് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരുന്നത്. അപ്പോൾ കൊറോണ സമയത്ത് ക്ലാസ് കണ്ടു തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ ശേഷമുള്ള എക്സാമൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ പിന്നെ അതിനുശേഷം എക്സാം LD ക്ലർക്കായിരുന്നു. LD ക്ലർക്ക് ക്ലിയർ ചെയ്തു. ആ സമയത്ത് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എക്സാം നടന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കേട്ടിരുന്നത്. കാരണം അത് നല്ല സ്റ്റാൻഡേർഡ് ക്ലാസ് ആയിരുന്നു. അതുപോലെ അതിലെ പൊളിറ്റി നമ്മൾ ഏകദേശം സിവിൽ സർവീസിന് ക്ലാസ് എടുക്കുന്ന പോലെയാണ് ചേട്ടൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകില്ല, സ്ട്രൈക്ക് ചെയ്ത് അങ്ങ് നിൽക്കും. നമ്മൾ ഏതൊരു ഗ്രൂപ്പിൽ ഞാൻ PSC കൊണ്ട് നല്ല ചാനലാണെന്ന് കേട്ടു. അത് കേട്ടിട്ടാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ അപ്പോഴേക്കും കുറേ ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ട്. അതിലേക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കാണ് കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. കാരണം അത് വേറെ എവിടെയും കിട്ടുന്നില്ല. ഇപ്പോൾ പെയ്ഡ് ക്ലാസ് എടുത്തിരുന്നെങ്കിലും അതിൽ ഈ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ്സാണ് കൂടുതൽ കേട്ടത്. അതുകൊണ്ട് അത് കൂടുതൽ ഉപകാരമായി. ഞാൻ ഈ LDയുടെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു PK സാറിൻ്റെ അവിചാരിതമായിട്ട് ഏതൊരു ഗ്രൂപ്പിൽ കണ്ടിട്ടാണ് ഞാൻ അതിൽ വന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കേട്ടപ്പോൾ തന്നെ ഞാൻ പിന്നെ വേറെ എവിടെയും നോക്കിയിട്ടില്ല. ഡിഗ്രി ലെവലിന് അതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ PK സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. എവിടെയാണ്, അതായത് ചിലപ്പോൾ നമുക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആവശ്യം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റേജുകളിലും ഒരുപാട് പേര് ഞാൻ അങ്ങനെ മെൻറ്റേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്ത് എന്താണ് പ്രശ്നം, എൻ്റെ ഇന്ന സ്ഥലത്ത് എനിക്ക് പ്രശ്നം ഉണ്ടെന്ന് അറിയാം, പക്ഷേ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല, അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരാളോട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ അത് കണ്ടുപിടിക്കാൻ നിന്നാൽ ഒരുപാട് നാളെടുക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ടൈം വേസ്റ്റ് ചെയ്യാനില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെയുള്ള ആൾക്കാരോട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള PK പോലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുക. അവർ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് അത് ഫോളോ ചെയ്യുക. എൻ്റെ ഒരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ PKയോട് വളരെയധികം കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സും സിലബസും കണ്ടപ്പോൾ എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. കാര്യം LD എഴുതിയിരിക്കുമായിരുന്നു, അതിൻ്റെ ബേസ് ഉണ്ട്, പക്ഷേ നമുക്കൊരുപാട് പുതിയ ടോപ്പിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ക്ലിയർ ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയത് PKയുടെ ചാനലിൽ നിന്നാണ്. PK പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം ആക്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അത് വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല നമുക്കത് ഏത് പോർഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതാണ് പ്രധാനം എന്നുള്ളത് ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ PK ഒരു ആക്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇപ്പം എന്ത് ചോദ്യം വരാം, ഏതൊക്കെ പോർഷനിൽ നിന്ന് എങ്ങനെയായിരിക്കും എക്സാമിന് വരിക എന്നുള്ള രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ പോർഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് സമയവും ലാഭമാണ്. മുഴുവൻ പഠിച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കോച്ചിങ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല. കൂടുതലും ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കുമായിരുന്നു പതിവ്. ഇപ്പോൾ LDC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ക്ലാസ് സെർച്ച് ചെയ്ത് കാണും. അങ്ങനെ ആ ടെലിഗ്രാമിൽ വന്നിട്ട് PSC കോൺ എന്ന് പറയുന്ന ചാനൽ ഞാൻ കയറുന്നത്. അപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അതിങ്ങനെ കേട്ട് പോയി. അപ്പോൾ അതിനകത്ത് ഈ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മെയിൻസിൻ്റെ എക്സാം, പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ കാര്യമൊക്കെ പറയണ കേട്ടിട്ടാണ്
ഞാൻ LTC മതി എന്നുള്ള രീതിയിൽ ഇരുന്നായിരുന്നു. മടിയുണ്ടാ. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരാൻ കാരണം ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് കേൾക്കുന്ന ഈ സംസാരമാണ്. പക്ഷേ ഇതാരാ സംസാരിക്കണത് എന്താ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമായിരുന്നു, അതങ്ങനെ കേട്ടു. എനിക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അപ്പം ഞാനൊരു 10th ലെവൽ എക്സാം എഴുതി അത് ക്രാക്ക് ചെയ്ത് അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ PK സാർ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ ഗ്ലാമർ എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ മോട്ടിവേഷനും കുറേ ഗൈഡൻസും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് PSC പഠിക്കുമ്പോൾ കൂടുതലുണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾസ്, ആ മെൻ്റൽ പ്രഷറൊക്കെയാണ്. അപ്പം അത് കൂടുതലും ഇങ്ങനെ നമ്മൾ തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു ഗൈഡൻസ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാം. എനിക്കും പറ്റും, എനിക്ക് പറ്റൂല എന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു, എനിക്കും പറ്റും എന്നൊക്കെ തോന്നി തുടങ്ങി. LD ക്ലർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു PSCയുടെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറി വരുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LD ക്ലർക്കും ഡിഗ്രി ലെവലും രണ്ടും ഒരു ത്രാസിൽ തൂക്കാൻ പറ്റുന്ന ഒരു സംഗതികളെ അല്ല. നമുക്കറിയാലോ, ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടി വരും, കൂടുതൽ ഹൈ റേഞ്ച് പുസ്തകങ്ങൾ നോക്കേണ്ടി വരും. ലക്ഷ്മികാന്ത് ഒക്കെ അറിയാലോ. അപ്പം അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ കുറേ എക്സാമുകൾ ക്ലിയർ ആയിട്ടുണ്ട്, ഇതിൽ ഇപ്പോൾ ഏതാ ഞാൻ പഠിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു സിലബസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്താ ഒരു നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത എന്തൊക്കെയോ മറ്റേ കേരള ഗവേണൻസ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഗതികൾ. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. ചേട്ടൻ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ മറ്റേ എന്താ പറയുക സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ, അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഡിഗ്രി ലെവൽ കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാദൃശ്ചികമായിട്ട് LDC സമയത്താണ് PKPSC കോർണറിൽ എത്തുന്നത്. അന്നേരം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് നമ്മുടെ തലവര മാറ്റുന്ന ചാനലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഇൻഫർമേഷനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ നിന്നു. പിന്നീടാണ് ഈ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ ഞാൻ അവിടെ നിന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെർത്താണെന്ന്. അപ്പം അങ്ങനെ ഞാൻ നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എത്തിപ്പെട്ടത് ഒരു കണക്കിന് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു എനർജിയൊക്കെ കുറവ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കും. ചേട്ടാ ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ ആടാ KP പറയടാന്ന് പറഞ്ഞിട്ട് വർത്താനം പറയും. അപ്പോൾ നമുക്കൊരു എനർജിയാണ് ആളുടെ ശബ്ദം, നമുക്കൊരു പോസിറ്റീവ് എനർജി. അങ്ങനെയാണ് ചേട്ടനായിട്ട് കൂടുതൽ അടുക്കുന്നത്. പിന്നെ എൻ്റെ മറ്റേ ടെലഗ്രാമിലെ പേര് KP എന്നായിരുന്നു, ചേട്ടൻ്റെ PK. അപ്പോൾ ഒരു സിമിലാരിറ്റി തോന്നി. അങ്ങനെയാണ് ചേട്ടനും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ അന്നൊരു ജ്യൂസിൻ്റെ ഫോട്ടോയാണ് DP ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇട്ട KP എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ബന്ധം വളർന്നു. 2022 ഡിസംബറിലായിരുന്നു ഞങ്ങളെ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം നടന്നത്. അതിൻ്റെ ഒരു 4 മാസം മുമ്പാണ് ഞാൻ ചാനലിനെ പറ്റി അറിയുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ LD കഴിഞ്ഞ് ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ PK ചേട്ടനെ പറ്റി അറിയാൻ പറ്റിയത്. അപ്പം അന്ന് അവിടെ നിന്ന് കാണലുണ്ട്. പിന്നെ ഗ്രൂപ്പ് തുടങ്ങിയതും പഠിക്കുന്ന കാര്യങ്ങളോ അതിനെ പറ്റിയുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഞാൻ നോക്കി തുടങ്ങി എനിക്കൊരാഗ്രഹം തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ ടെലിഗ്രാമിലെ ഗ്രൂപ്പൊക്കെ നോക്കിയപ്പം ഈ ഗ്രൂപ്പിനെ പറ്റി പറയുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് വന്നു. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ 1500 മെമ്പേഴ്സ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലാസ്സും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യുന്നുണ്ടായിരുന്നു, രാവിലെ 5:30. അപ്പോൾ ലൈവ് ഞാനധികം അറ്റംപ്റ്റ് ചെയ്യില്ല, കയറാൻ പറ്റില്ല. ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ് കേൾക്കാം. പിന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ഞാൻ ആദ്യം വിചാരിച്ച് പരീക്ഷ ഭയങ്കര ടഫായിരിക്കും, കിട്ടലൊന്നും ഉണ്ടാവില്ല, മീൻസ് അത്ര ഒരു എന്താ പറയുക ടഫായ എക്സാമൊക്കെ ആണെന്ന് വിചാരിച്ചു. പക്ഷേ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഈ ചേട്ടൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ചും കൂടി നന്നായിട്ട് എന്താ പറയുക ഇവിടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നോക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ലാസ് കാണുന്നത്. അങ്ങനെ ക്ലാസ് മെയിനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാം ആകുമ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി മറ്റ് ക്ലാസ്സുകളിനെക്കാട്ടും കുറച്ചും കൂടി നല്ല ഡെപ്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ഉള്ള ഒരു സ്റ്റാറ്റിക്സ് സംഭവങ്ങൾ GK കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് ഓരോ ആർട്ടിക്കിൾ എടുത്ത് വളരെ ബേസിൽ പോയിട്ട് നല്ല ഇതിൽ തന്നെ എനിക്ക് അന്ന് പഠിപ്പിച്ച കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ബേസിക് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം നല്ല ഡെപ്തിലാണ് ക്ലാസ് ഉണ്ടാകും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് സബ്ജക്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും. ഡിഗ്രി പഠിച്ച് എന്നുള്ള ഏതെങ്കിലും ഡിഗ്രി ലെവലിൽ ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ ജോലിയെങ്കിലും കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അടുത്ത് വരുന്നത് നല്ലൊരു ജോലിയാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് അറിയാൻ കഴിഞ്ഞു. എങ്ങനെയോ ഞാൻ PKPSC കോർണറിൻ്റെ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടു. ഞാൻ എന്താ പറയുക ഒരു അമിതമായി ഇത് പറയുന്നതല്ല, സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം വന്നതാണ്.
അങ്ങനെ എത്തി. പക്ഷേ എന്നെ സംബന്ധിച്ച് 2 കാര്യങ്ങളിൽ ഇവിടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് അക്കാഡമിക്കലായാലും പേഴ്സണലി ആയാലും PKPSC കോർണറിൻ്റെ നാഥൻ എന്ന് പറയുന്ന ആൾ എന്നെ പേഴ്സണലി ആയി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അതിന് മുന്നേ LD OA ഡ്രൈവർ കം OA ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ആ റാങ്ക് എനിക്കൊന്ന് 26 റാങ്ക് ആയിരുന്നു. അപ്പോൾ ഈ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ എങ്ങനെ പഠിക്കാം, ഇനി ഇൻറ്റൻസ് പ്രിപ്പറേഷൻ വേണമെങ്കിൽ സർവീസിൽ നിന്ന് എങ്ങനെ ലീവ് എടുക്കാം, അങ്ങനെയുള്ള പേഴ്സണലി ആയ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് സപ്പോർട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കേസ് പറഞ്ഞല്ലോ, അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആക്ട് ആ സമയത്ത് വന്ന ഒരുപാട് സ്പെഷ്യൽ ടോപ്പിക്കുകളായിരുന്നു. അപ്പോൾ അതൊന്നും ആരും കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നില്ല. സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നമ്മുടെ ഒരു സ്കോറിങ് നിർണായകമാവുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്കറിയാത്ത നമ്മൾ ഈ PSCയിൽ കുറച്ച് കാലം ഒരു 1-1.5 വർഷത്തോളം പഠിക്കാത്തൊരു ടോപ്പിക്ക് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാനുള്ള ടെക്നിക്ക് ഇപ്പോൾ എക്സാമിന് കയറിയതിന് ശേഷം സർവീസിൽ വന്നപ്പോൾ ആക്ട് റൂള് പഠിക്കുമ്പോഴും അദ്ദേഹത്തോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേഷന് കൂടുതലും പ്രവീൺ ചേട്ടൻ്റെ അടുത്ത് എനിക്കിത് വളരെ കടപ്പാടുണ്ട്. എൻ്റെ അടുത്ത് എനിക്ക് ആദ്യം പ്രവീൺ ചേട്ടൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് അരവിന്ദാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, നമുക്കൊന്ന് കയറിയാലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ 5:15 ക്ലാസ് കയറി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 5:15 ക്ലാസ്, പുള്ളി 5:15 ക്ലാസ് വയ്ക്കുന്നത്, അതായത് വേണമെന്നുള്ളവർ പഠിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ 5:15 വയ്ക്കും. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സിലബസിൽ ഒരു 28ഓളം സുപ്രധാന നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് 28 പഠിക്കണോ, അതിൻ്റെ ആർട്ടിക്കിൾ പഠിക്കണോ, എങ്ങനെ പഠിക്കണമെന്നോ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പ്രവീൺ ചേട്ടൻ പറഞ്ഞു, സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇങ്ങനെ ആർട്ടിക്കിളും അതിൻ്റെ സബ് ആർട്ടിക്കിളും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ ഒരു 5 മാർക്കിനാണ് സുപ്രധാന നിയമങ്ങളുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അത് മാക്സിമം പഠിക്കുക. അതുപോലെ ആർട്ടിക്കിൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കാൻ പ്രവീൺ ചേട്ടൻ പറഞ്ഞു. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്ത് പോയത്. പ്രവീൺ ചേട്ടൻ നന്നായിട്ട് ക്ലാസ് എടുത്തു. പോക്സോ ആക്റ്റുകളും അതുപോലെ തന്നെ വിവരാവകാശം, മനുഷ്യാവകാശം, അങ്ങനെ എല്ലാ ആക്ടും പ്രവീൺ ചേട്ടൻ നന്നായിട്ട് ക്ലാസ് എടുത്തു. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ ഒരുപാട് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഞാൻ ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ഒരു 20-25 പേര് ഗ്രൂപ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പം പ്രവീൺ ചേട്ടനെ പേഴ്സണലായിട്ട് നമ്മളെല്ലാവരും അറിയാം. കുറച്ച് പേരുള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഗ്രൂപ്പിൽ കയറുന്നുണ്ട്, നമ്മൾ പേഴ്സണലായിട്ട് അറിയാം. പ്രവീൺ ചേട്ടൻ നല്ല തമാശയൊക്കെ പറഞ്ഞ് ആള് കുറച്ച് അപ്പോൾ ഗ്രൂപ്പിൽ പിടിച്ചിരുന്നു. ഇപ്പം നമ്മുടെ PSCയുടെ പുതിയ സിലബസ് അനുസരിച്ച് കുറേ ടോപ്പിക്കുകൾ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം സുപ്രധാന നിയമങ്ങൾ, അതേപോലെ കേരള ഗവേണൻസ് പുതിയ സിലബസിലോട്ട് PSC വന്ന്. അപ്പം ഇതൊക്കെ പുതിയതായിട്ട് PSC ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും നോട്ട്സൊന്നും വേറെ എവിടെ അവൈലബിൾ അല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ PKPSC കോർണറിൽ ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഈ വിഷയങ്ങളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. PK സാർ തന്നെ നേരിട്ടെടുക്കുന്ന ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനും നമ്മളൊരു നിയമം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓരോ സെക്ഷനും ഡീപ്പായിട്ട് എടുത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം ഒരു നിയമത്തിൻ്റെ തന്നെ ഒരു 5-6 ക്ലാസ്സുകൾ എടുത്താൽ മാത്രമേ തീരത്തുള്ളായിരുന്നു. PK സ്റ്റഡി കോർണറിനകത്ത് ഈ PSC സംബന്ധമായ കുറേ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച്. അപ്പം അത് ഫോളോ ചെയ്താണ് ശരിക്കും ഈ ഗ്രൂപ്പിലോട്ട് വരുന്നത്. പിന്നീടാണ് അതിനകത്ത് ക്ലാസ്സുകളെ പറ്റിയൊക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നീട് ഒരു വട്ടം ക്ലാസ് കേട്ട് നോക്കിയപ്പോൾ നല്ല ക്ലാസ്സായിരുന്നു ഈ PK സാറിൻ്റെ ക്ലാസ്. അങ്ങനെയാണ് പിന്നീട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. LD ക്ലർക്ക് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ സിലബസ് ഒക്കെ വരുന്ന ഒരു ടൈം. ആ ഒരു സമയത്താണ് ഈ ഒരു ചാനലിനെ കുറിച്ച് അറിയുന്നത്. അതിന് മുന്നേ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനങ്ങനെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് രാവിലെ 5:15 ക്ലാസ് അതിൽ നടക്കുന്നത്. ഈ വരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എല്ലാ റാങ്ക് ഹോൾഡേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഈ രാവിലത്തെ 5:15 ക്ലാസ്. മറ്റുള്ള ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 5:15 ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് ആദ്യം തന്നെ ഒരു അതിശയം തോന്നും. 5:15 രാവിലെ ക്ലാസ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ 5:15 ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സാറ് പ്രധാനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സുകളാണ് അപ്പോൾ എടുത്തിരുന്നത്. അപ്പോൾ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ UPSC നിലവാരത്തിലുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ലക്ഷ്മികാന്ത് പോലുള്ള ബുക്കുകൾ റെഫർ ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്ലാസ്സുകളായിരുന്നു പ്രധാനമായിട്ട് സാർ എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിന് മുന്നേ എടുത്തിരുന്ന റെക്കോർഡുകളൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ ആ ക്ലാസ്സിലേക്ക് കയറാൻ തുടങ്ങി. പിന്നീടാണ് സാറ് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, ആക്റ്റുകൾ പോലുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അത് ഒരുപാട് എന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ സിലബസാണ് നമ്മൾ അറിയേണ്ടത്. ഒരു എക്സാമിന് പഠിക്കുമ്പം മെയിനായിട്ട് സിലബസാണ് നോക്കേണ്ടത്. അപ്പോൾ സിലബസ് നന്നായിട്ട് അനലൈസ്
അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സബ്ജക്ട്സിനാണോ പ്രാധാന്യമുള്ളത്, വെയിറ്റേജ് കൂടുതലുള്ളത്, അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു മെയിനായിട്ട് ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ 5:15 ക്ലാസ്സോട് കൂടിയാണ്. സാറിൻ്റെ ക്ലാസ്സിൽ കയറി ആ ക്ലാസ്സോട് കൂടിയാണ് ഒരു ഡേ സ്റ്റാർട്ട് ആയിരുന്നത്. അത് നമുക്ക് രാവിലെ തന്നെ ഒരു മോട്ടിവേഷനാണ്. ക്ലാസ്സിന് സാറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ സാറിൻ്റെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ആ ഒരു മോട്ടിവേഷനിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് ഞങ്ങളൊരു 3 പേര് ചേർന്നിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ, അഡ്മിനിസ്ട്രേഷൻ, ആക്റ്റുകൾ, ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ഇതിന് മുന്നേ ഒരു എക്സാം നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു മെയിനായിട്ട്. സാറ് നമുക്ക് എന്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും സാർ അക്സസിബിൾ ആയിരുന്നു. നമുക്ക് സാറിനെ വേഗം കോൺടാക്ട് ചെയ്താൽ സാർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും. എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത് ആയിട്ട് ബന്ധപ്പെട്ട് സജഷൻസ് തരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണിയിൽ സാർ. എനിക്ക് കടപ്പാടുള്ളത് ഈ ഒരു എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്ത PK സാറാണ്. സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാം തന്നെ വേണം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ സിലബസ് കയ്യിലുണ്ട്. സിലബസ് നോക്കി എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു പിടിയില്ല. നല്ല സിലബസാണ്. പുതിയ കുറച്ച് ടോപ്പിക്ക്, മേജർ ആക്ട്സ്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല, എവിടെ നിന്ന് തുടങ്ങണം എന്നും ഒരു ഐഡിയ ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, പാരിപ്പള്ളിയിൽ തന്നെ ഒരു ഫ്രണ്ട് തന്നെയാണ് PKPSC കോർണർ എന്ന് പറയുന്ന ഒരു ചാനലിനെ പറ്റി എന്നോട് പറയുന്നത്. ടെലഗ്രാം ചാനൽ. അപ്പോൾ ഞാൻ ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തു. ആദ്യമേ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡൗട്ട്, ഇഷ്ടംപോലെ ടെലഗ്രാം ചാനൽസ് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, എല്ലാം നമ്മളിങ്ങനെ വാരി വലിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുതിയൊരു ചാനൽ എന്തായാലും ആസ് യൂഷ്വൽ എല്ലാം പോലെ തന്നെ ആകും എന്ന് തന്നെ വിചാരിച്ച് തന്നെയാണ് കയറിയത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അവിടുത്തെ ഒരു സ്റ്റഡി സ്ട്രാറ്റജീസ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. രാവിലെ 5:15 തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് അത് ഒരു വട്ടം ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയും. അങ്ങനത്തെ ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ കൂടുതലും നമുക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ചേട്ടൻ നയിച്ചിരുന്നത്. അപ്പോൾ ഈ കേരള ഗവേണൻസ് ആയാലും മേജർ ആക്ട്സ് ആയാലും നമ്മളൊരു ആക്റ്റൊക്കെ മുന്നേ പഠിച്ചുകൊണ്ടിരുന്നത് അത് നിലവിൽ വന്ന വർഷം, അത് ലോക്സഭ പാസ്സാക്കിയ വർഷം, അങ്ങനെ കുറച്ച് വർഷങ്ങൾ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നിന്നും ഒരു ആക്ട്, ബെയർ ആക്ട് അതേ കണക്ക് പ്രിന്റ് എടുത്ത് അതുപോലെ നമ്മൾ വായിച്ച് അതിൻ്റെ ആർട്ടിക്കിൾ സഹിതം പഠിക്കാൻ തുടങ്ങിയത്, ഇൻഡെപ്ത് ആയിട്ടൊരു നോളജ് വന്ന് തുടങ്ങിയത് ഈ PKPSC കോർണർ എന്ന് പറയുന്ന ചാനലിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചാനലിൽ വന്നതിലാണ് എനിക്ക് ആ ഒരു ഫോക്കസ് കറക്റ്റായിട്ട് വന്നതും അതുപോലെ തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചതും ഈ ഒരു ക്ലാസ്സസ് കേട്ട് അതെ നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരു ക്ലാസ്സസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നമ്മൾ പോയിന്റ് ബേസ്ഡ് അല്ല പഠിക്കുന്നത്. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് റീഡ് ചെയ്താണ് പോകുന്നത്. ഒരു ആക്ട് എടുത്താൽ അത് മൊത്തത്തിൽ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തന്നെ ഒരു ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡിൽ നമുക്കത് കിട്ടും. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്നായാലും ഇങ്ങനെയുള്ള പോയിന്റ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തതും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കി ചെയ്യാം. കാര്യം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് അറിയണമെന്നില്ല. നമ്മുടെ മനസ്സിൽ കുറച്ച് ഒരു ഗസ് വർക്കും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൺലൈൻ ഉണ്ടായാലും നമുക്ക് എങ്ങനെ എവിടെ നിന്ന് പഠിക്കണം ഒരാൾ ഗൈഡ് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് PKPSC കോർണറിനെ കുറിച്ച് അറിയുകയും അപ്പോൾ അവിടെ ചേട്ടൻ ആക്റ്റൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടനായിരുന്നു അന്ന് മെയിനായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്, ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നമ്മൾ കവർ ചെയ്യാത്ത ഏരിയകളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗവേണൻസ്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ടോപ്പിക്സ്, ആക്ട്സിൻ്റെ ഒക്കെ ബെയർ ആക്ട് തന്നെയായിരുന്നു. പിന്നെ കമ്മീഷൻസ്, പോക്സോ എല്ലാം നമുക്ക് വേണ്ട സാധനം കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ 5:15 ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നത് അവൻ അപ്പോഴാണ്. PK ചേട്ടൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും എണീക്കും. 5:15 എണീക്കും. ചേട്ടൻ്റെ ക്ലാസ് ലൈവായിട്ട് തന്നെ കേൾക്കാൻ തുടങ്ങി. ഈ ജോഗ്രഫി ആയാലും ചേട്ടൻ റിവറൊക്കെ ആയാലും ഇങ്ങനെ വരച്ചായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്. അതെല്ലാം പേപ്പറിൽ വരച്ച് പഠിച്ച് അപ്പോൾ അത് നമുക്ക് തലയിൽ നല്ല രീതിയിൽ ഇരിക്കുമെന്ന്. അങ്ങനെ എല്ലാ ക്ലാസ്സും ചേട്ടൻ്റെ ലൈവ് ക്ലാസ് എല്ലാം ഞാൻ കവർ ചെയ്തു. ചേട്ടൻ എപ്പോഴും ചേട്ടൻ എന്നുള്ള ഒരു ഗൈഡായിട്ടും മെൻറ്ററായിട്ടും എപ്പോഴും അതിൻ്റെ വ്യക്തമായിട്ടുള്ള മറുപടി പറഞ്ഞു തരാറുണ്ട്. PK ചേട്ടന് തന്നെ ആദ്യത്തെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം ചേട്ടൻ്റെ ഗ്രൂപ്പിൽ വന്നത് കൊണ്ടാണ്
നമുക്ക് അഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടുകയും അത് എക്സാമിന് അതുപോലെ ചോദിക്കുകയും ചെയ്തു നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. സെക്രട്ടേറിയറ്റിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ അങ്ങനെ കാര്യമായി അത് സ്പെഷ്യൽ ടോപ്പിക്ക് അർഹിക്കുന്ന ഒരു അറ്റൻഷൻ കൊടുത്തിട്ടില്ല എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. 13 മാർക്സ് അങ്ങനെ ഒരു റാങ്ക് മേക്കിംഗ് ആയി സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്ക് കറക്റ്റായിട്ട് തീർക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നതാണ് PSC കോർണറിൽ. അപ്പോൾ അത് എത്രത്തോളം റാങ്ക് നിർണ്ണയിക്കുന്നില്ല? തീർച്ചയായും വളരെ വളരെ ഒരു ഇതാണ്. കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ആ 13 മാർക്സിൽ 13 ഉണ്ടെന്നാണ് തോന്നുന്നത്. മുഴുവൻ മാർക്ക് ഏകദേശം 12-13 മാർക്ക് എന്തായാലും ഉണ്ട്. സോ അത് ഒരു ഭയങ്കര ഒരു ലീപ്പ് മുമ്പോട്ട് തന്നു. ഈ കമ്പനി ബോർഡ് ആ ഒരു ഡെസ്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി ഞാൻ പരിചയപ്പെട്ട സജ്ന എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, കൂട്ടുകാരി. ആ കുട്ടിയാണ് എനിക്ക് PKPSC എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പേജിൽ വരുമ്പോൾ എല്ലാവരും അവിടെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും അവിടെ പുകഴ്ത്തി പറയുന്നത്. അപ്പം ഇത് ആദ്യം ഒന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ പതുക്കെ ആദ്യമായിട്ട് ഞാൻ PKചേട്ടൻ്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് പിന്നെ അതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചേട്ടൻ്റെ ഫുൾ ക്ലാസ്സും ഞാൻ രാവിലെ ഉറക്കണിയിട്ടിരുന്ന് തന്നെ കേട്ടു. ആ ഒരു ടൈം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് കഴിഞ്ഞുള്ള ആ ഒരു 2 മാസം ടൈമാണ്. അപ്പോൾ എനിക്ക് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. റിവിഷൻ ഒന്നും വലുതായിട്ട് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. പക്ഷെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കുമായിരുന്നു. ആ സമയം മെയിനായിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചത് PKചേട്ടൻ്റെ പൊളിറ്റി ക്ലാസ്സും യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സും ഞാൻ മിസ് ചെയ്യാതെ ഫുള്ള് കേട്ട് നോട്ട് എഴുതി പഠിച്ചായിരുന്നു. GK പ്രിപ്പറേഷൻ കമ്പനി ബോർഡിന്റെ വരെ ഉള്ളതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ നിന്നില്ല. ഈ ഒരു PKചേട്ടൻ്റെ ക്ലാസ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചത്. ആ സമയം ആ 2 മാസത്തിൽ ഞാൻ പഠിച്ചത് ഇത് മാത്രമാണ്, യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക്കും PKചേട്ടൻ്റെ പൊളിറ്റി ക്ലാസ്. പിന്നെ PKPSCയിൽ വരുന്ന ക്ലാസ്സസ് ഒക്കെ ഞാൻ കേൾക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓഫ് ടൈം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നത് നിർത്തിയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ PKPSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കരമായ മാറ്റമായിരുന്നു. കാര്യം LD ഞാൻ അല്ലാണ്ട് പഠിച്ചതാണായിരുന്നു. അന്ന് ഈ PK ചാനലിൽ എന്നുള്ളൊരിതില്ല. നമ്മൾ ഈ പക്ഷേ ഈ ഒരു 6 പേരുടെ കമ്പൈൻ സ്റ്റഡി ഉണ്ട്, അത് ഭയങ്കര ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു PK പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല LD ടൈമിൽ. പിന്നെ LDയും ഡിഗ്രി ലെവലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായ ഡിഫറൻസ് ഉണ്ട്. സിലബസിലാണെങ്കിലും അതുപോലെ മെയിൻ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളാണെങ്കിലും നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അതൊരു LD ലെവലിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഉയരെയാണ് ആ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു പാറ്റേണിൽ ഡിഗ്രി ലെവലൊന്നും എനിക്ക് എഴുതിയെടുക്കാൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പോൾ ലക്ഷ്മികാന്ത് വെച്ചിട്ട് ഇന്ത്യൻ പൊളിറ്റി പഠിക്കാം. അപ്പോൾ ഈ പേരൊന്നും കേട്ടിട്ട് കൂടി ഇല്ലല്ലോ. ലക്ഷ്മികാന്ത് ഒക്കെ പറയുമ്പോൾ ഏതോ ഒരു ആൻറ്റി, ആ ഒരു മീൻസ് ആ മൈൻഡാണ് മനസ്സിൽ. അങ്ങനെ പഠിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇവരെ കൂട്ടി. എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രാക്ക് ചെയ്തവരോടൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ അത് പഠിച്ചേ ഇത് പഠിച്ചേ എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ആ ഒരു ചാനൽ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയവരുമായിട്ടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റുന്നത്. അപ്പോൾ അവരുമായിട്ടൊക്കെ ചോദിക്കാൻ പറ്റി. പിന്നെ ബുക്സിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ലക്ഷ്മികാന്ത് പോലും അറിഞ്ഞുകൂടാത്ത ഞാനായിരുന്നു. പിന്നെ ശങ്കർ ഗണേഷ് ഇപ്പം ആ സ്പെക്ട്രം ഇപ്പം അങ്ങനെ അതുമായിട്ട് പോലും പരിചയമാവുന്നത് ചാനലാണ്. പിന്നെ ചേട്ടൻ്റെ ക്ലാസ് ഇത്രയും പേരാകുമ്പോൾ ചേട്ടൻ ഇപ്പം 6 പേരിൽ നിന്ന് നമ്മൾ ഇപ്പോൾ 40,000 എത്തുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആളിന് ഒരു ഊർജ്ജം ഉണ്ടല്ലോ. ആ ഇത് ഭയങ്കര ഇതായിരുന്നു. ഭയങ്കരമായ ചേഞ്ച് ആയിരുന്നു LD യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. LD ടൈമിൽ PK ചേട്ടനെ ഞാൻ വേറെ ഗ്രൂപ്പിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എടുക്കുന്നത് ഇപ്പോൾ ലക്ഷ്മികാന്തിൻ്റെ പൊളിറ്റി ക്ലാസ്സൊക്കെ അന്ന് തൊട്ടേ ഞാൻ ഇങ്ങനെ കേട്ട് നോട്ടൊക്കെ എഴുതി പോകുമായിരുന്നു. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ക്വാളിറ്റി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്വാളിറ്റി അന്ന് തൊട്ടേ അറിയാമായിരുന്നു. അങ്ങനെയാണ് PKPSC പ്ലാറ്റ്ഫോമിലോട്ട് എത്തി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. മെയിനായിട്ട് ഞാൻ PK ചേട്ടൻ്റെ ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ ആക്ടിൻ്റെ ബെയർ PDF എടുത്തിട്ട് അതിൽ നിന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചേട്ടൻ്റെ ക്ലാസ്സും PK ചേട്ടൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ മെസ്സേജ് അയച്ചാൽ പുള്ളി ഉടനെ ഫോൺ നമ്പർ എന്നിട്ട് വിളിക്കാനാണ് പറയുന്നത്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. അപ്പോൾ പല ഡൗട്ടിനും ഞാൻ PK ചേട്ടന് ഡയറക്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് PK ചേട്ടനെ വിളിച്ച LD ടൈമിൽ റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം 365 റാങ്ക് എൻ്റെ. പക്ഷേ അത് ഞാനൊരു മാർക്ക് ചെയ്തതിനെക്കാട്ടി 4 ക്വസ്റ്റ്യൻ
OMR മാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് റാങ്ക് താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് ഡെസ്പെക്കായി അന്ന് PK ചേട്ടനെ വിളിച്ച്, അപ്പോൾ PK ചേട്ടനാണ് മോട്ടിവേഷൻ തന്നത്, എന്തായാലും ഇത് കിട്ടും, ഈ 10th ലെവൽ പോസ്റ്റിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ നീ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിൽ നോക്കണം എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെ തന്ന് ഒന്ന് ഇതാക്കി PK ചേട്ടനാണ്. ഈ PK ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാക്സിമം യൂസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒരു സെൽഫ് എഫേർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്ന് PK ചേട്ടൻ എപ്പോഴും പറയും. സ്പൂൺ ഫീഡിങ് ഇവിടെ ഇല്ല എന്നുള്ള രീതി PK ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മളൊരു എഫേർട്ട് ഇടണം. ആ എഫേർട്ട് ഇടുന്നതിലൂടെ നമുക്ക് മാക്സിമം കുറച്ചും കൂടെ മുമ്പോട്ട് കയറി വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അനുഭവം. PK ചേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് ലിമിറ്റ് യുവർ റിസോഴ്സസ്. എനിക്ക് ഭയങ്കര ശരിയെന്ന് തോന്നിയ ഒരു കാര്യമാണ്. കാര്യം സെക്രട്ടേറിയറ്റ് സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്താ പഠിക്കുന്ന എക്സാം ഹാളിൽ എനിക്ക് മനസ്സിലായി ഞാൻ പഠിച്ചത് എന്തൊക്കെയോ ആണ്, പക്ഷെ എനിക്ക് അതൊന്നും അങ്ങോട്ട് എന്താ പറയുക അതിനൊരു ഔട്ട്പുട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ പഠിക്കുന്ന കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടും കുറച്ചുകൂടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്തും പഠിച്ചു കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണെന്ന് തോന്നി. അങ്ങനെ യൂണിവേഴ്സിറ്റി ടൈമിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് സിലബസിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത്, കമ്മീഷൻസും റിപ്പോർട്ട്സും അതെല്ലാം. അപ്പോൾ ഫസ്റ്റ് അതൊരു ഡ്രൈ ടോപ്പിക്കുമാണ്. അപ്പോൾ ചേട്ടൻ അതൊരു അത്രയും ബോറിംഗ് അല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചേട്ടൻ്റെ നോട്ട്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 16 മാർക്സോളം സ്പെഷ്യൽ ടോപ്പിക്ക് ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് 14 മാർക്കും എനിക്ക് കിട്ടിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒരു നല്ല വെയിറ്റേജ് ഉണ്ട്. എനിക്കൊന്ന് റാങ്ക് ഒരുപാട് മുന്നിലോട്ട് വരാൻ സഹായിച്ചത് അത് തന്നെയാണെന്ന് തോന്നുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ PK ക്ലാസ്സിന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. കറണ്ട് അഫയേഴ്സ് നമ്മുടെ പ്രഗ്നൻസിയിൽ അറിയാമല്ലോ, നമുക്ക് ഡോക്ടർ പറയും ഒരു 30 മിനിറ്റ്സ് നടക്കണം ഡെയിലി, അങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസ് പറയുമല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ ഒരു സമയവും എന്നെ സംബന്ധിച്ച് വാല്യുബിൾ ആയിരുന്നു, അതും എനിക്ക് കളയാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ PKയുടെ തന്നെ ഗ്രൂപ്പിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് കയറാൻ പറ്റില്ല ഒരിക്കലും, ഞാൻ എല്ലാം റെക്കോർഡായിട്ടാണ് കേട്ടുകൊണ്ടിരുന്നു. ആ നടക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ റെക്കോർഡിങ്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സ് അങ്ങനെ കേട്ടിരുന്നു. കറണ്ട് അഫയേഴ്സ് അങ്ങനെ PKയുടെ മാത്രമേ ഞാൻ കുറച്ച് നോക്കിയിട്ടുള്ളൂ, സ്പെഷ്യൽ ടോപ്പിക്കും. ബാക്കി സബ്ജക്റ്റ് പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിരുന്നു. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് എക്സാമിന് ചോദിക്കും, ശരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ സെക്രട്ടേറിയറ്റിന് ഒരുപാട് പേര് അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാനത് PK ഗ്രൂപ്പിലില്ല, ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ ഇത് കണ്ടിട്ട് എനിക്കത് പറ്റിയില്ല പഠിക്കാൻ. ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേറെ ചാനൽസ് ഫോളോ ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റിക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പുള്ളി പറഞ്ഞത് അതുപോലെ പഠിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. എക്സാം ഹാളിൽ നമ്മൾ പറയില്ല ചേട്ടൻ്റെ സൗണ്ട് മുഴങ്ങി കേട്ട സത്യമാണ്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കേസിൽ അത് കറക്റ്റാണ്. ചേട്ടൻ ആ ഒരു എന്തൊക്കെ ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുള്ള അതൊക്കെ തന്നെയായിരുന്നു വന്നിരുന്നത് കൂടുതൽ. PK ചേട്ടൻ എനിക്ക് തോന്നുന്നു ഞാൻ PK ഗ്രൂപ്പിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ LDC ആയിട്ട് മാത്രം ഇരുന്നേനെ. എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ ജോലി എന്നുള്ളൊരു കാര്യം എത്തത്തില്ലായിരുന്നു. PK ചേട്ടൻ്റെ ക്ലാസ് ഞാനത് റെഗുലറായിട്ട് കാണാറുണ്ടായിരുന്നു. രാവിലെ 2-3 അലാറൊക്കെ വെച്ച് എന്നിട്ടാണ് 5 മണിക്ക് ഇരുന്നത്. ഞാൻ സത്യം പറഞ്ഞത് രാവിലെ എണീക്കാത്ത ഒരാളാണ്. അപ്പം അത് ക്ലാസ് കേൾക്കാൻ വേണ്ടി രാവിലെ കുറച്ച് നേരത്തെ ഒരു 2-3 അലാറൊക്കെ വെച്ച് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എണ്ണീറ്റൊക്കെ വന്ന് ഇത് കേൾക്കുന്നത്. കാര്യം ലൈവായിട്ട് നമ്മളൊരു ഇൻട്രാക്ഷനൊക്കെ വന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പഠിക്കും. അപ്പം ആ ഒരു നമുക്ക് വേണേൽ റെക്കോർഡ് കേൾക്കാം, പക്ഷെ ആ റെക്കോർഡ് കേൾക്കുന്നതിനും ലൈവായിട്ട് കേൾക്കുന്നതും തമ്മിൽ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ ചേട്ടൻ പറയുന്ന കാര്യം സ്പൂൺ ഫീഡിങ് ഇല്ല. നമ്മൾ തന്നെ ഒരു എഫേർട്ടാണ്, നമ്മുടെ ഒരു എഫേർട്ടാണ് നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോൾ എന്ത് പറഞ്ഞു തന്നാലും പക്ഷെ നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു, നമ്മളത് എന്ത് പഠിക്കുന്നു, അതെന്ത് റിവിഷൻ ചെയ്യുന്നു, അതിലാണ് നമ്മുടെ മെയിനായിട്ട്. നമുക്ക് നോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മളതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യത്തിലാണ് ചേട്ടന് ചെറിയൊരു ഹെൽപ്പ് മാത്രമേ, നമ്മളാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ചെയ്യണത്. അപ്പം ആ ഒരു ഹെൽപ്പ് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. പഠനത്തിന് ആദ്യമേ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഫസ്റ്റ് എൻ്റെ ഡിഗ്രി മെയിൻസ് എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അപ്പം അന്നത്തെ പാറ്റേണൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മളങ്ങനെ എത്തിപ്പോയി. എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം മെയിൻസിന് 2-3 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു സാറിൻ്റെ ചാനലിലോട്ട് ഞാൻ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സാർ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് സാർ ആ ക്ലാസ്സുകളൊക്കെ പറയുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായി. ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. 16 മാർക്കോളം സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. ഏതോ ഒരു ക്വസ്റ്റ്യൻ മാത്രം ലീവ് ചെയ്ത് ബാക്കിയെല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. അതും മികച്ചൊരു അച്ചീവ്മെന്റ് ആണ്. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷനും കേരള ഗവൺമെൻസിൻ്റെ ക്ലാസ്സുകൾ ഞാൻ എവിടെയും തപ്പിയിട്ട് കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ ആദ്യമേ റാങ്ക് ഫയൽ എടുത്ത് വായിച്ചായിരുന്നു. പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അതുപോലെ യൂട്യൂബിൽ അങ്ങനെ ആ സമയത്ത് അധികം വന്നിട്ടില്ല ഇതിനെപ്പറ്റിയ ക്ലാസ്സുകളൊന്നും. പിന്നെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ്സുകളെല്ലാം LLB-കാരൊക്കെ പഠിക്കുന്ന ഹിന്ദിക്കാരുടെയൊക്കെ ക്ലാസ്സുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ സാർ ഇതൊക്കെ ഡിഗ്രി ലെവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ട് ഗ്രൂപ്പിലോട്ട് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് സാറിൻ്റെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ കേട്ട് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. കാരണം എനിക്ക് പിന്നെ പഠിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. ഏറ്റവും അവസാന നിമിഷത്തോടെയായിരുന്നു ഞാൻ ആ കേരള ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്, അത് ഏകദേശം 10 മാർക്കോളം ഉണ്ടായിരുന്നു. അത് അവസാന സമയത്തായിരുന്നു. പിന്നീട് യൂണിവേഴ്സിറ്റിയുടെയും KSFSൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനും
ജോഗ്രഫിയും പിന്നെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം മെയിൻലി സാറിൻ്റെ ക്ലാസ്സുകൾ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. PK Learnings. Craft your future.